ഹലോ മക്കളെ, ഇനി നമ്മുടെ നീറ്റ് എക്സാമിന് 113 ദിവസമല്ലേ? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസൊക്കെ? നന്നായി പഠിക്കുന്നില്ലേ? അവസാന സമയമാകുമ്പോൾ ചെറിയൊരു മടുപ്പൊക്കെ തോന്നുന്നുണ്ടല്ലേ? നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു, പക്ഷേ എവിടേക്കും ഒരു ചെറിയൊരു വല്ലാത്തൊരു മടുപ്പ് പോലെ. എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ട്, ഇനി എക്സാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളെ ഇത്രയും കാലം പഠിച്ച അതേ ആവേശത്തോടു കൂടെ മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്ന കുറേ ആളുകൾ ഈ ഒരു സമയത്തുണ്ട്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇത്രയും കാലം മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എവിടെയോ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പിന്നോട്ട് പോകുന്ന പോലെ. എന്താ മടുത്തോ നിങ്ങൾക്ക്? ഇങ്ങനെ മടുക്കാനായിരുന്നു നമ്മൾ തുടങ്ങുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടല്ലേ തുടങ്ങിയേ? അന്ന് കൂടെ നിന്നത് കുറച്ച് പേര് മാത്രമല്ലേ? പക്ഷെ എന്നാലും ശരി, നിങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ലേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയേ? നിങ്ങളുടെ വലിയ ആഗ്രഹം കൊണ്ടല്ലേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയേ? എന്തിനാ പഠിക്കുന്നത്? നന്നായിട്ട് പഠിക്കാൻ നോക്ക്. ഇനി വൈകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പേര് പോലും ഇല്ലാതായിപ്പോവും. നമുക്കിപ്പോഴും വൈകിട്ടില്ല. നമ്മൾ നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുന്നിൽ 82-83 ചാപ്റ്റേഴ്സേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മുന്നിലെ ദിവസങ്ങളോ 113. എൻ്റെ കുഞ്ഞു പിള്ളേരെ, പഠിക്കാൻ ഇനിയും സമയം നന്നായിട്ടുണ്ട്. അതായത് ചാപ്റ്ററുകളേക്കാൾ കൂടുതൽ ദിവസങ്ങളുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴേ ചാപ്റ്ററുകളുടെ എണ്ണം അങ്ങോട്ട് കൂടും, ദിവസങ്ങൾ അങ്ങ് കുറയും. അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ ആകെ ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ടേ ഒന്നും ചിന്തിക്കേണ്ട, പഠിക്കാൻ തുടങ്ങി, നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. നമുക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റിലും കൂടുതലുള്ളവർ. കാരണം എന്താണ്, നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മളെ കൂടെ നിന്നിട്ട് ചിലപ്പോൾ പറയും, നീ വലിയ ആളാവും, നീ നല്ല ആളാവണം, നന്നായിട്ട് പഠിക്കണം, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേര് കാണും. പക്ഷെ മനസ്സുകൊണ്ടേ അതൊക്കെ പുറത്ത് പറയാന്നല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ മതി, അവനെ കൊണ്ടൊന്നും ആവില്ല, അവനെ കിട്ടൂല, ഇങ്ങനെ പറയുന്നവരെ കൂടുതലും ഉണ്ടാവുക. നമ്മളെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാനേ നമ്മുടെ പാരൻസ് മാത്രമേ കാണൂ. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാലേ നമ്മുടെ കൂടെ നിൽക്കാനേ നമ്മുടെ പാരൻസ് മാത്രമേ കാണൂ. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. എല്ലാവരും നമ്മുടെ നല്ലത് കാണാനെന്നുള്ള ആഗ്രഹിക്കുന്നത്, നമ്മളെവിടെയെങ്കിലുമൊക്കെ വീണ് പോകാനാണ് കൂടുതൽ നമ്മുടെ ചുറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. കുഞ്ഞു പിള്ളേരെ അവരുടെ പിന്നാലെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് കിട്ടൂല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പിന്നാലെ പോയിട്ട് എനിക്ക് കിട്ടൂല നിങ്ങൾ മനസ്സിലങ്ങോട്ട് കുറിച്ച് കഴിഞ്ഞാലേ നമ്മൾ തോറ്റുപോയില്ലേ? അങ്ങനെ തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയേ റിസ്ക് എടുക്കാൻ നോക്കടാ. ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടില്ലേ? അത്ര തന്നെ എഫേർട്ട് എടുത്തിട്ട് ഇനി അതിന് കുറേ ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും കാലം എടുത്തേക്കുന്ന അത്ര പോലും എഫേർട്ട് ഇനി എടുക്കേണ്ടില്ല. നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്, ഒന്ന് ബുക്ക് തുറന്ന് നോക്ക്, ചാപ്റ്ററുകളുടെ പേരെല്ലാം ഒന്ന് എടുത്ത് എഴുതി നോക്ക്. ഫിസിക്സ് എടുക്ക്, കെമിസ്ട്രി എടുക്ക്, ബയോളജി എടുക്ക്, നോക്കിക്കേ, ചാപ്റ്ററുകളുടെ പേരെഴുതി നോക്കിക്കേ. ഇനി അതിന് 3 കാറ്റഗറൈസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ, നിങ്ങൾക്ക് ഒരു ആവറേജ് ലെവലിൽ അറിയുന്ന ചാപ്റ്റർ, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഏറ്റവും കൂടുതൽ ചാപ്റ്ററുകൾ എവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഇടത്തിൽ. അതേ പിള്ളേരെ, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്ററിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇനി ആ ടഫായിട്ടുള്ള ചാപ്റ്ററിൽ നോക്കിക്കേ, നിങ്ങൾക്ക് കുറേ സമയം എടുത്ത് പഠിക്കേണ്ടത് ചാപ്റ്ററുകൾ ഏതെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾക്ക് തീരെ മനസ്സിലാവാത്ത ചാപ്റ്ററുകൾ ഏതെങ്കിലും കാണുന്നുണ്ടോ? ചിലപ്പോൾ 1-2 ചാപ്റ്റർ മാത്രം കാണുന്നുണ്ടാവും അല്ലേ? അതിൻ്റെ വെയിറ്റേജ് നോക്കിക്കേ, തീരെ വെയിറ്റേജ് ഉണ്ടാവില്ല ചിലപ്പോൾ അതിൽ ചിലപ്പോൾ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലാ, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ പഠിക്കും മക്കളെ. ഓക്കെ, വിട്ട് കളയണം. നമ്മൾ കൂടെ പഠിക്കേണ്ട, കൂടെ ചേർത്തങ്ങൾ മുന്നോട്ട് പോകും. ഇനിയേ രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും മടി തോന്നുന്നുണ്ടോ? അങ്ങനെ മടി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്ന് എടുത്തു വെക്കാതിരിക്കട്ടോ. നിങ്ങളില്ലേ ആദ്യം എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വേണം എടുത്തു വെക്കാൻ. അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച ചാപ്റ്റർ നിങ്ങൾ ആദ്യം ഒന്ന് എടുത്തു വെച്ച് ചോദിക്കേ. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ? നിങ്ങൾ 1 മണിക്കൂറിൽ ആ ചാപ്റ്റർ മൊത്തം റിവൈസ് ചെയ്തല്ലേ? നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടല്ലേ? ഇതാണ് കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് ബാക്കി മുന്നോട്ടേക്ക് ഓടാനുള്ള കോൺഫിഡൻസ് കിട്ടും. ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള എടുത്തു വെച്ചോ. ഇപ്പം നിങ്ങൾക്കത് വേഗം തീർക്കാൻ പറ്റുന്നില്ലേ? അല്ലാതെ നിങ്ങൾ ഒരു ദിവസം രാവിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ എടുത്തു വെച്ചാൽ നമുക്ക് അതും കൊണ്ട് ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ഇരുന്ന് പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ടിലെത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ സ്വന്തം കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമെന്ന് മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. 10th നിന്നൊക്കെ നിങ്ങൾ എന്തായിരുന്നു? +2 പഠിച്ചപ്പോൾ നിങ്ങൾ എന്തായിരുന്നു? അതേ നിങ്ങൾ തന്നെ ഇപ്പോഴും നിങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലാക്കുക. എൻട്രൻസ് തുടങ്ങിയപ്പോൾ നിങ്ങൾ നല്ല സ്കോർ ചെയ്തില്ലേ? ഇപ്പം വേണ്ടാണ്ട് വന്ന മനസ്സിൻ്റെ ടെൻഷനാ, എടുത്തു മാറ്റിക്കളാ. നമ്മുടെ മുന്നിൽ ദിവസങ്ങൾ കൂടുതലാ, ചാപ്റ്ററുകളുടെ എണ്ണം കുറവാ.
നമ്മളിപ്പോൾ പഠിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റും. മക്കളെ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ആ ഒരു ലക്ഷ്യത്തിനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളാവാൻ പോകുന്ന ഡോക്ടർ എന്ന സ്വപ്നത്തിനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. ഇനി അധികം ദിവസമൊന്നുമില്ല, 113 ദിവസം കഴിഞ്ഞു. മെയ് 5-ാം തീയതി എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ പക്ക കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്ന നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ആ എക്സാം എഴുതി വരുന്ന നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓടിപ്പോയി പാരൻസിനെ കെട്ടിപ്പിടിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? റിസൾട്ട് ആവും പിള്ളേരെ, എന്തിനാ ചുമ്മാ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്? കൂളായിട്ടിരിക്കും. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്കേ കിട്ടും. ശ്രമിക്കും നന്നായിട്ട്, ആരെയും കൂസാതെ നല്ല ഊട്ടലായിട്ടിരുന്ന് പഠിക്കുക. നമ്മുടെ മുന്നിലെ തടസ്സങ്ങൾ കുറേ വരും. എന്ത് തടസ്സം വന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ എന്താണോ സ്വപ്നം കണ്ടത്, അതിലെത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തവർ മാത്രമേ ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുള്ളൂ. ഇനി മുന്നോട്ടേക്ക് വെച്ച കാല് പിന്നോട്ടില്ലാതെ മനസ്സറിഞ്ഞ് കഷ്ടപ്പെടാൻ നോക്ക്. ആർക്കും തടുക്കാൻ പറ്റൂല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എത്തുന്നവരേക്ക് നമ്മളെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മളെ തടുക്കാൻ ഒരാൾക്കും പറ്റൂല. ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല. നമുക്കേ പറ്റൂ. നമ്മൾ വിചാരിക്കണം നമ്മൾ തീരണമെന്ന്, നമ്മൾ വിചാരിക്കണം നമ്മൾ തീർന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ തോറ്റുപോകൂ. നമ്മൾ തയ്യാറാവാത്തിടത്തോളം കാലം നമ്മൾ മുന്നോട്ട് പോകും. ജീവിതത്തിൽ ജയിച്ച് കാണിച്ചു കൊടുക്കും. നാളെ നല്ല ഡോക്ടറായിട്ട് കാണിച്ചു കൊടുക്കണം ഈ സമൂഹത്തിന്. തോറ്റു കൊടുക്കാതെ മുന്നോട്ടേക്ക് ജീവിച്ച് കാണിച്ച നമ്മളെ കാണിച്ചു കൊടുക്കും മക്കളെ. കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു.